അപ്പം ഇൻട്രോ ഒന്നും പ്രത്യേകിച്ചില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് എരുമേലി ശ്രീധർമ്മശാസ്താവ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്, എരുമേലിയിലാണ്. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. ശബരിമലയിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ മാറി എരുമേലിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മുസ്ലിം ആരാധനാലയമാണ് വാവർ പള്ളി. അയ്യപ്പനും വാവരും തമ്മിലുള്ള ഐതിഹാസികമായ ബന്ധത്തെ മാനിച്ച് ശബരിമല തീർത്ഥാടനത്തിനോടനുബന്ധിച്ച് അയ്യപ്പ ഭക്തർ അനുഗ്രഹം തേടുന്ന ഒരു പ്രസിദ്ധമായ എരുമേലിയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ് വാവർ പള്ളി. എൻ്റെ അറിവിലുള്ള ഒരു കാര്യമാണ്, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്തിൽ എവിടെയാണെങ്കിലും ഒരു മുസ്ലിം പള്ളിയിൽ തേങ്ങ ഉടയ്ക്കുന്ന ഒരു സമ്പ്രദായം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് എരുമേലിയിൽ സ്ഥിതി ചെയ്യുന്ന വാവര് പള്ളിയിൽ, ഇതാ ഈ കാണുന്ന സ്ഥലത്താണ്. മറ്റെവിടെയും ഞാൻ കണ്ടിട്ടുമില്ല, എൻ്റെ അറിവിലുമില്ല. ജാതി മത ഭേദമന്യേ നിരവധി പേർ സന്ദർശിക്കുന്ന ഒരു പുണ്യസ്ഥലമാണ് ഈ പറയുന്ന എരുമേലിയിൽ സ്ഥിതി ചെയ്യുന്ന വാവർ പള്ളി. ഈ അടുത്തിടെ അയ്യപ്പ സീസൺ കഴിഞ്ഞതുകൊണ്ട് തിരക്കൊന്നും കാണുന്നില്ല. നേരെ ഞാൻ അവിടുന്ന് വെളിയിലിറങ്ങി KSRTC സ്റ്റാൻഡിലോട്ട് വിട്ടു. ഇതാണ് എരുമേലി KSRTC സ്റ്റാൻഡ്. അയ്യപ്പ സീസൺ കഴിഞ്ഞുകൊണ്ടാണ് ഇവിടെ കടകളെല്ലാം കാലിയായിട്ട് കിടക്കുന്നത്. ഈ നിരയായിട്ടുള്ള കടകളിലെല്ലാം ഫുള്ള് കച്ചവടക്കാരും ആളും ബഹളവും ഒക്കെ ഉള്ളതായിരുന്നു. അയ്യപ്പ സീസൺ അങ്ങോട്ട് കഴിഞ്ഞുകൊണ്ടാണ് ഒറ്റ മനുഷ്യനെ കാണാതെ, എല്ലാം കടകളായിരുന്നു. KSRTC ബസ് സ്റ്റാൻഡ് എരുമേലി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകാം, മെയിൻ റോഡിലോട്ട് പോകാം. ഇത് നേരെ പത്തനംതിട്ട, റാന്നി പത്തനംതിട്ട പോകുന്ന വഴിയാണ്. ഇത് നമുക്ക് കോട്ടയം റൂട്ടാണ്. നമുക്ക് പത്തനംതിട്ട റൂട്ടിലോട്ട് കുറച്ചൊന്ന് പോയിട്ട് വരാം. ഇതാണ് എരുമേലി ശ്രീധർമ്മശാസ്താവ് ക്ഷേത്രം. നമുക്ക് എന്താണേലും ഉള്ളിലൊന്ന് കയറി റൗണ്ട് അടിച്ച് വരാം. മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്താവ് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എരുമേലിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീധർമ്മശാസ്താവ് ക്ഷേത്രമായ ഈ ഒരു അമ്പലം. ഇവിടെയും ജാതിമത ഭേദമന്യേ നിരവധി പേർ വന്നു പോകുന്ന പ്രസിദ്ധമായ ഒരു അമ്പലമാണ് ഇതും. ഇവിടെ 2 അമ്പലമുണ്ട്, കൊച്ചമ്പലവും വലിയ അമ്പലവും. കുംഭമാസത്തിലെ ഉത്രനാളില് 10 ദിവസത്തെ ഉത്സവം നടക്കുന്ന ഒരു അമ്പലമാണ് ഇത്. ഇനി നേരെ നമുക്ക് അമ്പലത്തിന് വെളിയിൽ ഇറങ്ങാം. പത്തനംതിട്ട സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇത് നേരെ പോകുന്നത് മുക്കൂട്ടുതറയാണ്. കരിങ്കല്ലുംമൊഴി എന്ന് പറയുന്ന ഒരു കയറ്റമാണ്, ഒരു അന്യായ കയറ്റമാണ്. ശബരിമല പോകാൻ പറ്റും, പമ്പ പോകാൻ പറ്റും, റാന്നിക്ക് പോകാൻ പറ്റും, ഈ മേളിലോട്ടുള്ള വഴി. സോറി, റാന്നിക്ക് ഈ വഴിയാണ് പോകേണ്ടത്, തെറ്റുപറ്റിയതാണ്. നമുക്ക് കോട്ടയം കാഞ്ഞിരപ്പള്ളി റൂട്ടിലോട്ട് പോകാം നേരെ. ഇവിടെ നമുക്ക് മുന്നോട്ട് നടക്കണം. അത്യാവശ്യം 500 മീറ്റർ, 1/2 കിലോമീറ്റർ ഉണ്ട്. ഈ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഓട്ടോമൊബൈൽ ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകളാണ് കൂടുതലും കാണുന്നത്. എക്സാമ്പിൾ ഇപ്പം സെക്കൻഡ് ഹാൻഡ് വണ്ടി സെയില്, പാർക്ക് ആൻഡ് സെയില്, പിന്നെ ആക്സസറീസ്, വർക്ക്ഷോപ്പുകൾ, അങ്ങനെ നിരവധി ബിസിനസ്സുകൾ നമുക്ക് ഈ സൈഡിലൂടെ കാണാൻ പറ്റും. എരുമേലി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം പത്തനംതിട്ട അതിർത്തിയിലാണ്. അയ്യപ്പ സീസൺ കഴിഞ്ഞ് എരുമേലി കാണണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ സമയത്ത് തന്നെ വരണം. HPയുടെ പെട്രോൾ പമ്പാണ്. ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും എരുമേലി ഫോറസ്റ്റ് ഓഫീസ് കാണാം. എരുമേലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് കാര്യാലയം. ഇവിടുന്ന് ഇനി നമുക്ക് നേരെ മുന്നോട്ട് നടക്കാം. സത്യം പറഞ്ഞാൽ അയ്യപ്പ സീസൺ കഴിഞ്ഞതോടുകൂടി എരുമേലി ഉറങ്ങിപ്പോയതുപോലാണ്. അടുത്ത അയ്യപ്പ സീസൺ വരണം, എരുമേലി ഒന്ന് ഉണരണമെന്നുണ്ടെങ്കിൽ. കാരണം
ഇവിടെ എന്തോരം അയ്യപ്പന്മാരും കടകളും എന്തേരം വരേണ്ടതെന്നറിയാമോ. ഇതിപ്പം അയ്യപ്പ സീസണെല്ലാം കഴിഞ്ഞ് സമയത്താണ് ഞാനിപ്പം ഇറങ്ങിയേക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മനുഷ്യനെ പോലും സത്യം പറഞ്ഞാൽ കാണാം, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ തിരക്കൊന്നും പറയാനൊന്നുമില്ല. ഇത് നമ്മൾ കുറച്ച് മുമ്പ് കയറിയ എരുമേലി ശ്രീധർമ്മശാസ്താവ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട്. എരുമേലി KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ നേരെ പത്തനംതിട്ട റോഡിലോട്ട് പോയത്. ഇനി നമുക്ക് കാഞ്ഞിരപ്പള്ളി റോഡിലോട്ട് മുന്നോട്ട് പോകാം. ഇനിയാണ് നമ്മൾ എരുമേലിയുടെ ഹൃദയഭാഗത്തേക്ക് ചെല്ലുന്നത്. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. എല്ലാ കടകളെല്ലാം അടഞ്ഞു കിടക്കുവാണ്. അടുത്ത ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോയാൽ കാഞ്ഞിരപ്പള്ളിയും റൈറ്റ് പോയാൽ മുണ്ടക്കയും. റൈറ്റ് പോയാൽ മുണ്ടക്കയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് നമുക്ക് മുണ്ടക്കയം റൂട്ട് പോയിട്ട് വരാം. ലെഫ്റ്റ് കാഞ്ഞിരപ്പള്ളി, ഇത് വാവരുപള്ളി. മുണ്ടക്കയം റൂട്ടൊന്ന് പോയിട്ട് വരാം. ഈ റൂട്ടിലാണ് ബസ് സ്റ്റാൻഡുള്ളത്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുള്ളത്. ഇവിടുന്ന് നമുക്ക് കുറച്ച് സ്പീഡ് എടുക്കാം. അത്യാവശ്യം നല്ല സ്പീഡിൽ പോയിട്ട് പെട്ടെന്ന് വരാം. ഇത് നേരെ പോകുന്നത് മുണ്ടക്കയമാണ്. നമുക്ക് പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് കയറാം. ഇതാണ് എരുമേലി പ്രൈവറ്റ് സ്റ്റാൻഡ്. നമ്മൾ ആദ്യം കണ്ടത് KSRTC സ്റ്റാൻഡാണ്. അപ്പം എരുമേലിയിൽ പ്രൈവറ്റ് സ്റ്റാൻഡും KSRTC സ്റ്റാൻഡും രണ്ടും രണ്ട് സ്ഥലത്താണ്. അയ്യപ്പ സീസൺ കഴിഞ്ഞതിൻ്റെ എഫക്റ്റ് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയും ആളോ ബഹളോ അങ്ങനെയില്ല. നമുക്ക് ഇവിടുന്ന് നേരെ വെളിയിലോട്ട് ഇറങ്ങാം. ഇത് നേരെ പോകുന്നത് മുണ്ടക്കയം പോകാനാണ്. ഇത് നമ്മൾ തിരിച്ച് അങ്ങോട്ട് പോകുന്ന നമ്മൾ കാഞ്ഞിരപ്പള്ളി റൂട്ടില്ലേ, അതായത് വാവരുപള്ളി, അതായത് അങ്ങ് കാണുന്ന വാവരുപള്ളി, അവിടെ ചെല്ലണം. അങ്ങനെ നമ്മൾ തിരിച്ച് വാവരുപള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുണ്ട്. ഇത് പത്തനംതിട്ട, ഇത് കോട്ടയം, ഇത് മുണ്ടക്കയം. അപ്പം നമുക്കിനി കോട്ടയം കാഞ്ഞിരപ്പള്ളി റൂട്ടിലൊന്ന് കവർ ചെയ്യാം. വാവരുപള്ളി അങ്ങോട്ടോട്ടൊന്ന് പോയിട്ട് വരാം. ഈ പൊക്കോണ്ടിരിക്കുന്നത് കോട്ടയം കാഞ്ഞിരപ്പള്ളി റൂട്ടാണ്. ഈ ഒരു സൈഡിലോട്ട് നോർമലി ഉള്ള കച്ചവടങ്ങളാണ് കൂടുതലും കാണാറുള്ളത്. ഇതൊരു നല്ലൊരു മീൻ കടയാണ് കേട്ടോ. കടൽ കായൽ മത്സ്യങ്ങൾ. എരുമേലിയുടെ കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ കോട്ടയം സൈഡ് ഒത്തിരി ലോങ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. കുറച്ച് ദൂരമേ ഉള്ളൂ. അത് ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ശരിക്കും എരുമേലി എന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴല്ല എക്സ്പ്ലോർ ചെയ്യേണ്ടത്, അയ്യപ്പ സീസൺ ആകുമ്പോഴാണ് വരേണ്ടത്. പക്ഷേ ആ സമയത്ത് എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പം എന്താണേലും ഞാൻ തിരിച്ച് വാവരുപള്ളിയുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു എൻഡിങ് പ്രത്യേകിച്ച് പറയുന്നില്ല. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. വേണ്ട.